നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂറോണുകളെയും ന്യൂറോണുകളുടെ ചില പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഡീറ്റെയിൽസിനെയും കുറിച്ചാണല്ലോ പഠിച്ചത്. നാഡികളുടെ ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ. ന്യൂറോണിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി. അതായത് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, മെസ്സേജിൻ്റെ കൈമാറ്റം, ആവേഗങ്ങളുടെ പ്രസരണം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് ഒരു ന്യൂറോണിൽ നിന്ന് എങ്ങനെയാണ് മെസ്സേജ് മറ്റൊരു ന്യൂറോണിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഹൗ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു ദി നെക്സ്റ്റ്. കാരണം നമ്മുടെ ബ്രെയിനിൽ നിന്ന് മെസ്സേജുകൾ പലതും കൈകളിലേക്കും കാലുകളിലേക്കും പോകുന്നു ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി. പുറത്ത് നടക്കുന്ന പല സ്റ്റിമുലസ്, ഉദ്ദീപനങ്ങളെക്കുറിച്ചും നമുക്ക് തിരിച്ചറിവ് തരാൻ വേണ്ടി മെസ്സേജുകൾ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും തിരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ മെസ്സേജിൻ്റെ ട്രാൻസ്മിഷൻ വളരെ കാര്യമായി ശരീരത്തിൽ നടക്കുന്നു, വളരെ വേഗത്തിൽ കാര്യക്ഷമമായി നടക്കുന്നു. ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ന്യൂറോണുകൾ വളരെ സൂക്ഷ്മമാണ്, സെല്ലുകളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ന്യൂറോണുകളെ കണക്റ്റ് ചെയ്യാൻ ആവശ്യമായ ലെങ്ത് ന്യൂറോണുകൾക്കില്ല. 1 മീറ്റർ വരെ നീളമുള്ള ആക്സോണുണ്ട്. പക്ഷേ അതിലധികം നീളമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ന്യൂറോണുകളെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായി കൂട്ടിച്ചേർത്ത് വയ്ക്കേണ്ടി വരും. ഒരു ന്യൂറോൺ കഴിഞ്ഞിട്ട് മറ്റൊന്ന്, അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. അത്തരത്തിൽ ഒരു ന്യൂറോണിനെ മറ്റൊരു ന്യൂറോണുമായി കണക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. ഒരു റോഡ് വന്നൊരു ജംഗ്ഷനിൽ ചെല്ലുന്നു, അവിടെ നിന്ന് മറ്റൊരു റോഡ് തുടങ്ങുന്നത് പോലെ ന്യൂറോണുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ. ദി ഏരിയ വെയർ ടു ന്യൂറോൺസ് മീറ്റ്, ന്യൂറോണുകൾ ബന്ധപ്പെടുന്ന ഭാഗം. ആൻഡ് ദീസ് ഏരിയ ആർ കാൾഡ് സിനാപ്സസ്. സിനാപ്സ്, ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. നമ്മൾ മുമ്പ് പറഞ്ഞു സിനാപ്റ്റിക് നോബ്, കൂട്ടിച്ചേർക്കുന്ന കൂട്ടിച്ചേർക്കുന്ന ഭാഗം. 2 ന്യൂറോൺസ് മീറ്റ് അറ്റ് ദി പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഈസ് കാൾഡ് സിനാപ്സ്. ഈ സിനാപ്സിൻ്റെ ചിത്രീകരണം നിങ്ങൾക്കിപ്പോൾ കാണാം. നോട്ട്ബുക്കും പേനയുമായി വന്നിരിക്കുകയാണല്ലോ. നോട്ട്ബുക്കിൽ ഈ ചിത്രം ഒന്ന് വരയ്ക്കൂ വളരെ പെട്ടെന്ന്. ഒരു ന്യൂറോണിൻ്റെ എൻഡ്, മറ്റൊരു ന്യൂറോണിൻ്റെ ബിഗിനിങ്. 1 ന്യൂറോൺ എൻഡ്സ് ഹിയർ, അതർ ന്യൂറോൺ ബിഗിൻസ് ഹിയർ. ഈ മീറ്റിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് വരച്ചിട്ട് നമുക്ക് പറയാം ദിസ് ഈസ് ദി സിനാപ്സ്. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 2 ന്യൂറോണുകൾ മാത്രം ചേരുന്ന ഇടമല്ല സിനാപ്സ്. എപ്പോഴും ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി ചേരുന്ന സ്ഥലം മാത്രമല്ല സിനാപ്സ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഒരു ന്യൂറോണിൻ്റെ എൻഡ് ഒരു മസിലുമായി ചേരുന്ന ഇടം, ഒരു മസിൽ സെല്ലുമായി ചേരുന്ന ഇടം. മറ്റു ചിലപ്പോൾ ഒരു ന്യൂറോണിൻ്റെ എൻഡ് ഒരു ഗ്ലാൻഡ് സെല്ലുമായി മീറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മുടെ ഗ്ലാൻസ്, ഏതാണ് ഗ്രന്ഥികൾ, പലതരത്തിലുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സലൈവേഷൻ നടക്കും, സലൈവ ഉൽപ്പാദിപ്പിക്കും, കണ്ണുനീർ, ടിയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ഗ്ലാൻസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഗ്ലാൻസിലേക്ക് ന്യൂറോൺസ് ചെല്ലും മെസ്സേജ് കൊടുക്കാൻ. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ന്യൂറോണിൻ്റെ എൻഡ് ഒരു ഗ്ലാൻഡ് സെല്ലുമായി മീറ്റ് ചെയ്യും. ആ ഭാഗത്തെയും നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. സോ ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. One is the point at which one neuron meets another neuron. ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണിനെ മീറ്റ് ചെയ്യുന്ന സ്ഥലം. മറ്റൊരു സമയം 1 ന്യൂറോൺ മീറ്റ്സ് എ മസിൽ സെൽ. ഒരു ന്യൂറോൺ
ഒരു പേശി കോശത്തിനെ മീറ്റ് ചെയ്യുന്നു, ആ സ്ഥാനത്തെയും സിനാപ്സ് എന്ന് വിളിക്കും. ഇനി ഒരു ന്യൂറോൺ മറ്റൊരു ഗ്ലാൻഡ് സെല്ലുമായി മീറ്റ് ചെയ്യാം, ഒരു ഗ്രന്ഥി കോശവുമായി കൂടിച്ചേരാം, ആ ഭാഗത്തെയും നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്, വ്യത്യസ്ത തരത്തിലുള്ള സിനാപ്സുകൾ. ആ ചോദ്യം ഒന്ന് എഴുതൂ. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ്, വ്യത്യസ്ത തരത്തിലുള്ള സിനാപ്സുകൾ. എന്തൊക്കെ വരാം? ന്യൂറോൺ വിത്ത് അനദർ ന്യൂറോൺ, ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും. ന്യൂറോൺ വിത്ത് എ മസിൽ സെൽ, ന്യൂറോണും ഒരു പേശി കോശവും. ന്യൂറോൺ വിത്ത് എ ഗ്ലാൻഡ് സെൽ, ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥി കോശവും തമ്മിൽ സിനാപ്സുകൾ വരാം. ഇനി ഈ സിനാപ്സിൻ്റെ സവിശേഷത എന്താണ്? എന്താണ് ഈ സിനാപ്സിൽ നടക്കുന്നത്? നമ്മൾ പറയും ദി ഫങ്ഷൻ ഓഫ് സിനാപ്സ്. ദി ഫങ്ഷൻ ഓഫ് സിനാപ്സ്. ഇതറിയാൻ വേണ്ടി നമുക്ക് ആ ചിത്രീകരണം ഒന്ന് കാണാം. ചിത്രീകരണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എന്താണത്? ദി എൻഡ് ഓഫ് എ ന്യൂറോൺ ആൻഡ് ദി ബിഗിനിങ് ഓഫ് എ ന്യൂറോൺ. എൻഡ് ഓഫ് എ ന്യൂറോൺ ആൻഡ് ബിഗിനിങ് ഓഫ് എ ന്യൂറോൺ. ദ എൻഡ് ഓഫ് ദി ന്യൂറോൺ ഈസ് കാൾഡ് സിനാപ്റ്റിക് നോബ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ദി എൻഡ് പാർട്ട് ഓഫ് ആക്സോണൈറ്റ്, ദി നോബ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് ആക്സോണൈറ്റ്. ഒരു ആക്സോണൈറ്റിൻ്റെ മുഴ പോലെയുള്ള ഭാഗം, അതാണ് സിനാപ്റ്റിക് നോബ്. അതാണ് ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. അടുത്ത എന്താണ്? ഇറ്റ്സ് എ ബിഗിനിങ് പാർട്ട് ഓഫ് അനദർ ന്യൂറോൺ. ചിത്രത്തിൽ അതാ കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂറോണിൻ്റെ തുടക്ക ഭാഗം, ബിഗിനിങ് പാർട്ട് ഓഫ് അനദർ ന്യൂറോൺ. ഏതാണ് ന്യൂറോണിൻ്റെ ബിഗിനിങ് പാർട്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ആണ് ആ തുടക്കം. അപ്പോൾ ഈ കാണുന്ന സിനാപ്സിൽ രണ്ട് ഭാഗങ്ങൾ വന്നു നിൽക്കുന്നു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ പറയാം. ഇങ്ങനെ ഒന്ന് ദി എൻ പാർട്ട് ഓഫ് എ ന്യൂറോൺ കാൾഡ് സിനാപ്റ്റിക് നോബ്, മറ്റേത് ദി അതർ പാർട്ട് ദ ബിഗിനിങ് ഓഫ് എ ന്യൂറോൺ കാൾഡ് ദി ഡെൻഡ്രൈറ്റ്. സോ ഇൻ ദിസ് സിനാപ്സ് വി ക്യാൻ സീ എ സിനാപ്റ്റിക് നോബ് ആൻഡ് എ ഡെൻഡ്രൈറ്റ്. ചിത്രത്തിൽ നോക്കിയാൽ മറ്റൊരു സവിശേഷത കൂടി കാണാം. ദീസ് ടു പാർട്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്മാൾ ഗ്യാപ്പ്. These two parts are provided with a small gap, and that gap is called, that space is called synaptic cleft. ഈ രണ്ട് ഭാഗങ്ങളെയും പരസ്പരം വേർതിരിക്കുന്ന ഈ ചെറിയ ഗ്യാപ്പിനെ, സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് വിടവ്. ആ ചിത്രീകരണത്തിൽ നിങ്ങൾ അതുകൂടി എഴുതൂ. രണ്ട് ഭാഗങ്ങളെയും വേർതിരിക്കുന്ന ആ സ്മാൾ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ്. അടയാളപ്പെടുത്തിയല്ലോ. അപ്പോൾ ആദ്യ ഭാഗം സിനാപ്റ്റിക് നോബ്, അടുത്ത ഭാഗം ഒരു ന്യൂറോണിൻ്റെ തുടക്കം, നമ്മൾ പറയും ഡെൻഡ്രൈറ്റ്. രണ്ടിനും ഇടയിലുള്ള ഭാഗമാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ്. ഇനി എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? നോക്കൂ, ഒരു ന്യൂറോണിൽ നിന്ന് മെസ്സേജ് ഇങ്ങനെ വരും. മെസ്സേജ് ഇലക്ട്രിക് ചാർജാണ്, നമ്മൾ പഠിച്ചല്ലോ. ഈ മെസ്സേജ് വരുമ്പോൾ when that message reaches the synaptic knob, ആ മെസ്സേജ് സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ഒരു വലിയ മാറ്റം നടക്കും. നിങ്ങൾ കാണുന്നത് പോലെ ആ സിനാപ്റ്റിക് നോബിൽ നിന്ന് ചില സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, സഞ്ചികൾ പോലുള്ള ഭാഗങ്ങൾ, അവർ അവിടെ നിന്ന് നീങ്ങി ആ ഭാഗത്തിൻ്റെ മെംബ്രെയിനിലേക്ക് ടച്ച് ചെയ്യും. ഉയർന്ന ക്ലാസ്സുകളിൽ സിനാപ്റ്റോസോംസ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് നിങ്ങൾ പഠിക്കും. നമുക്ക് ആ പേര് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഈ സാക്കിലേക്ക് സ്ട്രക്ചേഴ്സ് അവിടെ നിന്ന് നീങ്ങി ഈ മെംബ്രെയിൻ്റെ സർഫസിലേക്ക് വന്ന് ടച്ച് ചെയ്യും. എപ്പോഴാണ്? വെൻ ദി മെസ്സേജ് റീച്ചസ് ദി സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ ഈ മെസ്സേജ് വരുമ്പോൾ, മെസ്സേജ് വന്നതിന് ശേഷം ഈ സിനാപ്റ്റിക് വെസിക്കിൾ എന്നറിയപ്പെടുന്ന സഞ്ചികൾ നിരങ്ങി മെംബ്രെയിനിലേക്ക്, സ്തരത്തിലേക്ക് ടച്ച് ചെയ്താൽ പിന്നെന്ത് സംഭവിക്കും? ആ സഞ്ചികളിൽ നിന്ന് കുറേ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞ സിനാപ്റ്റിക് വിടവിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ ദി സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ടു ദി സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ചില രാസവസ്തുക്കളെ കൊടുക്കും. ആ രാസവസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബിന്ദുക്കൾ അവിടെ അടയാളപ്പെടുത്തൂ. നിങ്ങൾ വരച്ച ചിത്രത്തിൽ കുറച്ച് ബിന്ദുക്കൾ ആ സിനാപ്റ്റിക് വിടവിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടൊന്ന് വരച്ചു വയ്ക്കൂ. ഒന്നോ രണ്ടോ ആരോ മാർക്ക് ഇട്ട് വരച്ചു വെച്ചാൽ മതി. ആ കെമിക്കൽസിന് ഒരു പ്രത്യേക പേര് പറയും.
നമ്മൾ ആ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞു. ആൻഡ് ദാറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയും. സോ വെൻ മെസ്സേജ് റീച്ചസ് ദി സിനാപ്റ്റിക് നോബ്, ഫ്രം ദി സിനാപ്റ്റിക് നോബ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ചില കെമിക്കൽ സബ്സ്റ്റൻസ്, രാസവസ്തുക്കൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദോസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് 2 ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ എഴുതിയെടുക്കൂ. എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. അസറ്റൈൽ കോളിൻ ഒരെണ്ണം, അസറ്റൈൽ കോളിൻ. മറ്റൊന്ന് ഡോപ്പമിൻ. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് 2 ഉദാഹരണങ്ങളാണ്, അസറ്റൈൽ കോളിനും ഡോപ്പമിനും. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾസ് എന്നെഴുതിയിട്ട് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം എന്നെഴുതിയിട്ട് എഴുതണം അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമിൻ. അപ്പോൾ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ജോലി? നിങ്ങൾ വരച്ച ചിത്രീകരണം നോക്കൂ. ഇവിടെ ഈ 2 ന്യൂറോൺ ഭാഗങ്ങളും പരസ്പരം സ്പർശിക്കാതിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മെസ്സേജ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്? പോകാൻ കാരണമായ സംഗതിയാണ് ദി പ്രൊഡക്ഷൻ ഓഫ് ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ്, ഈ രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം. ഇങ്ങനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെട്ട ഈ കെമിക്കൽ സബ്സ്റ്റൻസ് റീച്ചസ് ദി സർഫസ് ഓഫ് ദി അതർ പാർട്ട്. ഏതാണ് അതർ പാർട്ട്? ദി ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ ന്യൂറോൺ. ഇങ്ങനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്ത ഈ കെമിക്കൽ സബ്സ്റ്റൻസ് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. അതാണ് അവിടെ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ചെയ്യുന്നത്. ദി ന്യൂറോ ട്രാൻസ്മിറ്റർ സ്റ്റിമുലേറ്റ്സ് ദി ഡെൻഡ്രൈറ്റ്. നമുക്കറിയാം, ന്യൂറോണിൻ്റെ ഏതെങ്കിലും ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്താൽ ദെയർ വിൽ ബി ദി പ്രൊഡക്ഷൻ ഓഫ് എ നെർവ് ഇമ്പൾസ്. അവിടെ തീർച്ചയായിട്ടും ഇമ്പൾസ് ഫോർമേഷൻ നടക്കും, മെസ്സേജ് ഫോർമേഷൻ നടക്കും. അപ്പോൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കെമിക്കൽസാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ? എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷൻ? വാട്ട് ഈസ് ദി റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ? എഴുതൂ, ആ ചോദ്യം കൂടി എഴുതൂ. റൈറ്റ് ദി റോൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ന്യൂറോൺ or act as a stimulus for the adjacent neuron to initiate another nerve impulse. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, സിനാപ്സുകൾ ന്യൂറോണുകൾ മാത്രം ചേർന്നുണ്ടാവുന്നതല്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഈ സിനാപ്സുകളിലും യഥാർത്ഥത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒരു ന്യൂറോണിൽ നിന്ന്, അവരുടെ സിനാപ്റ്റിക് നോബിൽ നിന്ന് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്രീറ്റഡ് ഇൻ ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആൻഡ് അറ്റ് ദി സെയിം ടൈം ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ് ക്യാൻ സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് സെൽ. അതൊരു പക്ഷേ ന്യൂറോൺ ആവാം, ഒരുപക്ഷേ മസിൽ സെല്ലാവാം, ഒരുപക്ഷേ ഈ പറഞ്ഞ ഗ്ലാൻഡ് സെല്ലാവാം. അത്തരത്തിൽ സിനാപ്സിൽ വെച്ചിട്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സ്റ്റിമുലേഷൻ വഴി അഡ്ജസൻറ്റ് സെൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്, തൊട്ടടുത്ത കോശം ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അഡ്ജസൻറ്റ് സെല്ലിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെല്ലിൽ, ന്യൂറോൺ ആവട്ടെ, മസിലാവട്ടെ, ഗ്ലാൻഡ് ആവട്ടെ, ആ സെല്ലിൽ ഇമ്പൾസിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അസറ്റൈൽ കോളിനും ഡോപ്പമിനും പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്. ഈ ഡോപ്പമിനെ കുറിച്ചൊക്കെ വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന കാലമാണ്. ഹാപ്പി ഹോർമോൺ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ലൈബ്രറി പുസ്തകങ്ങൾ റെഫർ ചെയ്തും മറ്റ് ഉപാധികൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കണം. കൗതുകകരമായ ഒരുപാട് വസ്തുതകൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും. സിനാപ്സിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും മനസ്സിലായ സ്ഥിതിക്ക് പാഠപുസ്തകത്തിലെ ഇൻഡിക്കേറ്റേഴ്സ്, കുറച്ച് സൂചകങ്ങൾ, അവയ്ക്ക് നിങ്ങൾ ഉത്തരവും എഴുതി വയ്ക്കണം. എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ്? ഒന്ന് കുറിച്ച് വയ്ക്കൂ. ഒന്ന്, സ്ട്രക്ചർ ഓഫ് സിനാപ്സിൻ്റെ ഘടന. റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് സിനാപ്സിൻ്റെ ഘടന. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ സിനാപ്സ്. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ സിനാപ്സ്. സിനാപ്സിലൂടെയുള്ള മെസ്സേജിൻ്റെ കൈമാറ്റം, സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ കൈമാറ്റം. ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ത്രൂ സിനാപ്സ്. മൂന്നാമത്തേത് സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രാധാന്യം, നാഡീയ പ്രേഷകങ്ങളുടെ പ്രാധാന്യം. സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നാലാമത്തെ ചോദ്യം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്, വ്യത്യസ്ത തരത്തിലുള്ള സിനാപ്സുകൾ. ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി നിങ്ങൾ അധ്യാപികയ്ക്ക് വിലയിരുത്തലിനായി സമർപ്പിക്കണം. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. തുടങ്ങി വെച്ചൊരു ഭാഗമാണ് വാട്ട് ആർ നെർവ്സ്, എന്താണ് നാഡികൾ. ഓർമ്മയുണ്ടോ, നമ്മൾ ഇടയ്ക്ക് പലപ്പോഴും ഈ വാക്ക് ആവർത്തിച്ചു, നെർവ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ലൈക്ക് ദി സ്റ്റോക്സ് ഓഫ് എ ബ്രൂം, അല്ലേ, ചൂലിലെ ഈർക്കിലുകൾ പോലെ ആക്സോണുകളെ ബണ്ടിലായിട്ട് കെട്ടിവെക്കും, ആക്സോണുകളെ കൂട്ടിച്ചേർത്ത് വയ്ക്കും. കളക്ഷൻ ഓഫ് ആക്സോൺസ്, ബണ്ടിൽസ് ഓഫ് ആക്സോൺസ്. ആ ബണ്ടിൽസ് ഓഫ് ആക്സോണിനെ വിളിക്കുന്ന പേരാണ് നെർവ്. നെർവിനൊരു പ്രത്യേക സ്ട്രക്ചറുണ്ട് കേട്ടോ. ആ സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഒരു കൂട്ടം ആക്സോൺസിനെ പൊതിഞ്ഞ് കവറിങ്സ്. ആക്സോൺസിനെ പൊതിയുന്ന ഈ ബണ്ടിലിനെ വീണ്ടും ബണ്ടിൽസായി ചേർത്ത് വെച്ച് പൊതിഞ്ഞിരിക്കുകയാണ്. പൊതിയാൻ സഹായിക്കുന്ന ഈ കവറിങ്ങിനെ, മെംബ്രെയിനെ വിളിക്കുന്ന പേര് യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. ആക്സോൺസിനെ ബണ്ടിൽസായി പൊതിഞ്ഞു കെട്ടാൻ സഹായിക്കുന്ന ഒരു ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല. അങ്ങനെ യോജക കല കൊണ്ട്, കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ബണ്ടിൽസ് ഓഫ് ആക്സോൺസ്, നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ. ഇതുവരെ കണ്ട് മനസ്സിലാക്കിയത് പ്രകാരം ഒരു ഡെൻഡ്രൈറ്റിൽ നിന്ന് വരുന്ന മെസ്സേജ് പാസസ് ഓൺ ത്രൂ ദി ഡെൻഡ്രോൺ, ദെൻ ടു ദി സെൽ ബോഡി, ദെൻ ടു ദി ആക്സോൺ ആൻഡ് ഫൈനലി ത്രൂ ദി ആക്സോണൈറ്റ് ടു ദി സിനാപ്റ്റിക് നോബ്, അല്ലേ? ഇങ്ങനെയാണ് ആ മെസ്സേജിൻ്റെ ഒഴുക്ക്. എപ്പോഴും ഈ രീതിയിൽ മാത്രമേ മെസ്സേജ് സഞ്ചരിക്കൂ. ഈ രീതിയിൽ മാത്രം മെസ്സേജ് സഞ്ചരിക്കാൻ എന്താണ് കാരണം? അതിന് കാരണം ഈ ന്യൂറോണിൻ്റെ പ്രത്യേക ക്രമീകരണമാണ്. പ്രത്യേക ക്രമീകരണം. നോക്കൂ, ഡെൻഡ്രൈറ്റിലെത്തുന്ന മെസ്സേജ് ആക്സോണൈറ്റിലേക്കേ പോകൂ. ഇനി ആക്സോണൈറ്റിൻ്റെ എൻഡ് പാർട്ടായ സിനാപ്റ്റിക് നോബിലെത്തുന്ന മെസ്സേജ് എങ്ങോട്ട് പോകും? അത് അവിടെ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കോ മറ്റൊരു സെല്ലിലേക്കോ പോകും. അപ്പോൾ മെസ്സേജ് പോകുന്നതൊരു പ്രത്യേക ദിശയിലാണ്. യഥാർത്ഥത്തിൽ ഈ ഡയറക്ഷന് കാരണം, ഇങ്ങനെ ഡയറക്ഷൻ കീപ്പ് ചെയ്യാൻ എന്താണ് കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദിസ് സിനാപ്സ്. ഈ സിനാപ്സ് ഉള്ളതാണ് ഇതിന് കാരണം. കാരണം അവിടെ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്, ഒറ്റ ദിശയിൽ മാത്രം മെസ്സേജ് സഞ്ചരിക്കും. അപ്പോൾ സിനാപ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ഈ ന്യൂറോണുകളെ ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. സിനാപ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി മെയിൻറ്റെയിൻസ് ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, റെഗുലേറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. എന്താണ്? സന്ദേശങ്ങളുടെ ദിശ ക്രമീകരിക്കുന്നു. രണ്ടാമത്തെ പ്രധാന ജോലി സ്പീഡ്സ് അപ്പ് ദി ഇമ്പൾസ്, മെസ്സേജിൻ്റെ വേഗത കൂട്ടും, സ്പീഡ് കൂട്ടും. അപ്പോൾ സിനാപ്സിൻ്റെ ഈ പ്രധാനപ്പെട്ട 2 ഫങ്ഷൻ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. ദി ഫങ്ഷൻസ് ഓഫ് സിനാപ്സ്, ഒന്ന് റെഗുലേറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, രണ്ടാമത്തേത് സ്പീഡ്സ് അപ്പ് ദി ഇമ്പൾസ്. അപ്പോൾ ഒരു ചോദ്യം കൂടി എഴുതൂ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സിനാപ്സസ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സിനാപ്സസ്? ഇനി നമുക്ക് ന്യൂറോണിലേക്ക് വരാം. നമ്മൾ പറഞ്ഞല്ലോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. എങ്ങനെയാണ് ഈ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം ന്യൂറോണിന് ഈ ഒരു സ്ട്രക്ചറാണ്, ഡെൻഡ്രൈറ്റും ഡെൻഡ്രോണും ആക്സോണും ഒക്കെ. പിന്നെ എങ്ങനെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് വരും? ഇവിടെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പറഞ്ഞിരിക്കുന്നത് ആ ന്യൂറോണിലൂടെയുള്ള മെസ്സേജിൻ്റെ ഡയറക്ഷനാണ്, സന്ദേശത്തിൻ്റെ ദിശ അനുസരിച്ചാണ്.
ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ന്യൂറോൺ എങ്ങോട്ടായിരിക്കും മെസ്സേജിനെ കടത്തിവിടുന്നത്? സംശയമില്ല, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലൂടെ ആക്സോണൈറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് നമ്മുടെ കാൽ വിരലുകളിലേക്ക് എങ്ങനെ പോകും? അപ്പോൾ ബ്രെയിനിൽ ന്യൂറോൺ വെച്ചിരിക്കുന്നത് സെൽ ബോഡി തുടക്കത്തിലും ആക്സോണൈറ്റ് വിരലിന് നേരെയുമായിരിക്കും. അങ്ങനെ ന്യൂറോൺസിനെ കണക്ട് ചെയ്താലേ മെസ്സേജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും. കാരണം സിനാപ്സിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? അവിടെ ഡയറക്ഷൻ നിശ്ചയിക്കാൻ വേണ്ടി സിനാപ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രം വൺ ന്യൂറോൺ ടു ദി നെക്സ്റ്റ് മെസ്സേജസ് വിൽ ട്രാവൽ ഓൺലി ഫ്രം ഡെൻഡ്രൈറ്റ് ടു സിനാപ്റ്റിക് നോവ്. ഇതെല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അത്തരത്തിലുള്ള ഒരു ന്യൂറോണിനെ എടുത്ത് തിരിച്ചു വച്ചാലോ, ആ ന്യൂറോണിൻ്റെ ഡയറക്ഷൻ തന്നെ മാറ്റിയാലോ, അവിടെ മെസ്സേജ് തിരിഞ്ഞു പോകും. എങ്ങനെ? മെസ്സേജ് നേരെ പോകുക, ഏതാ സെൽ ബോഡിയിൽ നിന്ന് ആക്സോണൈറ്റിലേക്ക് തന്നെയാണ് പോവുക. പക്ഷേ ന്യൂറോണിൻ്റെ ഡയറക്ഷൻ തിരിച്ചു വെച്ചാൽ മെസ്സേജ് എതിർ ദിശയിൽ സഞ്ചരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇമ്പൾസിൻ്റെ ദിശയ്ക്കനുസരിച്ച് ന്യൂറോണിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. നമ്മൾ പറയും എപ്പോഴും മെസ്സേജ് ഡിഫറൻറ്റ് ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ പോവുകയാണെങ്കിൽ വെൻ മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി ടുവേർഡ്സ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സച്ച് ന്യൂറോൺസ് ആർ കാൾഡ് സെൻസറി ന്യൂറോൺസ്. നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഈ സെൻസറി ന്യൂറോണാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന വ്യത്യസ്തങ്ങളായ സെൻസുകൾ, സ്റ്റിമുലസ് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന സെൻസുകൾ, ഉദ്ദീപനം വഴി കിട്ടുന്ന സെൻസുകൾ ബോധതലത്തിലേക്ക് എത്തിക്കുന്നതിന്, നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നതിന്, സ്പൈനൽ കോഡിലൂടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്നതിന് സഹായിക്കുന്ന ന്യൂറോൺസ്. അത്തരത്തിലുള്ള ന്യൂറോൺസുകളെയാണ് സെൻസറി ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. തിരിച്ച് ന്യൂറോണുകളെ വെച്ചാലോ, ആൾവേസ് മെസ്സേജസ് പാസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കും. ദോസ് ന്യൂറോൺസ് ആർ കാൾഡ് മോട്ടോർ ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ്. എന്താണ് ഈ മോട്ടോർ ന്യൂറോണുകൾ ചെയ്യുന്നത്? പ്രേരക ന്യൂറോണുകൾ എന്ന് മലയാളം. പ്രേരക ന്യൂറോണുകൾ അവരെന്താണ് ചെയ്യുന്നത്? ദേ ആൾവേസ് ട്രാൻസ്മിറ്റ് മെസ്സേജ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കും. അത്തരം ന്യൂറോണുകളെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ പ്രേരക ന്യൂറോണുകൾ. സെൻസറി ന്യൂറോണുകളുടെ മലയാളം സംവേദ ന്യൂറോൺ, മോട്ടോർ ന്യൂറോണിൻ്റെ മലയാളം പ്രേരക ന്യൂറോൺ. സോ ദെയർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ, സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടി എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സംവേദ ന്യൂറോണുകളും പ്രേരക ന്യൂറോണുകളും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സംവേദ ന്യൂറോണുകളും പ്രേരക ന്യൂറോണുകളും തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം എന്താണ്? ഒന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും മെസ്സേജിനെ അയക്കുമ്പോൾ മറ്റൊന്ന് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. രണ്ട് പ്രധാനപ്പെട്ട തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള നെർവിനെയും പറയാം. എന്താണ് കാരണം? നെർവ്സ് ആർ മെയ്ഡപ്പ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസിൻ്റെ ആക്സോണിനെ ബണ്ടിലുകൾ കെട്ടിയാണ് നെർവ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ? അത് വെച്ചിട്ട് നമുക്ക് നെർവ്സിനെയും നമുക്ക് പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ് ആ വിഭാഗങ്ങൾ? ഒരു നെർവ് എടുക്കൂ. ഈ നെർവിൽ സെൻസറി ന്യൂറോൺസ് മാത്രമാണുള്ളതെങ്കിൽ ആ നെർവിനെ നമുക്ക് സെൻസറി നെർവ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു പുതിയ വാക്കുകൂടി പുസ്തകത്തിൽ പറയുന്നുണ്ട്, നാഡീ തന്തു അല്ലെങ്കിൽ നെർവ് ഫൈബർ. നെർവ് ഫൈബർ എന്ന് സൂചിപ്പിക്കുന്നത് ആക്സോണിനെ തന്നെയാണ്. ആക്സോൺ ഈസ് അതർവൈസ് കാൾഡ് ദി നെർവ് ഫൈബർ. ഇത്തരത്തിൽ സെൻസറി ന്യൂറോൺസ് ഓർ സെൻസറി നെർവ് ഫൈബേഴ്സ് ഉള്ള നെർവിനെ വിളിക്കുന്ന പേരാണ് സെൻസറി നെർവ്സ്. അവരെന്ത് ചെയ്യും? അത്തരത്തിലുള്ള നെർവ്സ് എല്ലായ്പ്പോഴും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്ന് മെസ്സേജസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. സെൻസറി നെർവ്സ്. മറ്റൊന്ന്, ചില നെർവുകളിൽ മോട്ടോർ ന്യൂറോൺസ് മാത്രമേ കാണൂ.
മോട്ടോർ ന്യൂറോൺസ്, പ്രേരക ന്യൂറോണുകൾ മാത്രമേ കാണൂ. അത്തരത്തിലുള്ള നെർവ് എന്താ ചെയ്യുക? അവർ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജിനെ ഡിഫറൻറ്റ് ബോഡി പാർട്സിലേക്ക് അയക്കും. മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ദോസ് നെർവ്സ് ആർ കാൾഡ് മോട്ടോർ നെർവ്സ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡികളെ വിളിക്കുന്ന പേരാണ് പ്രേരക നാഡികൾ. അപ്പോൾ 2 തരത്തിൽ ഉള്ള നെർവുകളെക്കുറിച്ച് പറഞ്ഞു. ഇനി ചില നെർവ്സിൽ, നാഡികളിൽ ഈ 2 തരത്തിലുള്ള ന്യൂറോണുകളും കാണും. ആരൊക്കെയാണ്? സെൻസറി ന്യൂറോൺ എന്ന സംവേദ ന്യൂറോണുകളും മോട്ടോർ ന്യൂറോൺ എന്ന പ്രേരക ന്യൂറോണുകളും. അതായത് ഒരു നാഡിയിൽ തന്നെ ദിശ തിരിച്ചു വെച്ച ന്യൂറോണുകൾ അങ്ങോട്ട് മെസ്സേജിനെ അയക്കും, ഇങ്ങോട്ടേക്ക് മെസ്സേജിനെ അയക്കും. അപ്പോൾ ന്യൂറോണുകളുടെ ക്രമീകരണത്തിലുള്ള ഈ വ്യത്യാസം മൂലം ഒരു നെർവിൽ തന്നെ 2 തരത്തിലുമുള്ള ന്യൂറോണുകൾ, സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസ്, സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും, അവർ 2 പേരും ഉണ്ടെങ്കിൽ ആ നെർവെന്ന് പറയുന്നത് ന്യൂറോണുകളുടെ ഒരു മിശ്രിതമാണ്. എങ്ങനെയാണ് ഈ മിക്സ് ഉണ്ടാകുന്നത്? ഒരു ദിശയിലേക്ക് സെൻസറി, അടുത്ത ദിശയിലേക്ക് മോട്ടോർ. ദിശ മാറ്റി വെച്ചിരിക്കുന്ന ന്യൂറോണുകളുണ്ടെങ്കിൽ ദോസ് നെർവ്സ് ആർ കാൾഡ് മിക്സഡ് നെർവ്സ്. മിക്സഡ് നെർവ്സ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. 2 തരം ന്യൂറോണുകളും ഇരിക്കുന്ന ഈ നെർവിനെ അല്ലെങ്കിൽ നാഡിയെ വിളിക്കുന്ന പേരാണ് മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പട്ടിക ഇവിടെ വരച്ചു ചേർക്കാം, നോട്ട്ബുക്കിൽ വരച്ചു ചേർക്കാം. പട്ടികയുടെ തലക്കെട്ട് എന്തായിരിക്കും? ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്, വ്യത്യസ്ത തരത്തിലുള്ള നാഡികൾ. എഴുതൂ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. ആ പട്ടികയുടെ തലക്കെട്ട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. എന്നിട്ട് ആ പട്ടികയുടെ ഓരോ കോളത്തിൻ്റെയും ഹെഡിങ്, 2 കോളം, ആ 2 കോളത്തിൻ്റെ ഹെഡിങ് പറയാം. ഒന്ന് ടൈപ്പ് ഓഫ് നെർവ്, ടൈപ്പ് ഓഫ് നെർവ്, ടൈപ്പ് ഓഫ് നെർവ്, വ്യത്യസ്ത തരം നാഡികൾ. 2ാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് ഫങ്ഷൻ ഓഫ് ദിസ് നെർവ്, ഫങ്ഷൻ ഓഫ് നെർവ്, നാഡികളുടെ പ്രധാനപ്പെട്ട ധർമ്മം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം? 1 സിനാപ്സ്, സിനാപ്സ്. 2 സിനാപ്സിൻ്റെ ഫങ്ഷൻ. 3 വ്യത്യസ്ത തരത്തിലുള്ള സിനാപ്സുകൾ, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. 4ാമത്തേത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്, സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ, സംവേദ ന്യൂറോണുകളും പ്രേരക ന്യൂറോണുകളും. അങ്ങനെ 2 തരത്തിലുള്ള ന്യൂറോണുകൾ. അടുത്ത എന്താണ് നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്? ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. ഏതൊക്കെയാണ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്, സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്ര നാഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ അധ്യാപികയുടെ വിലയിരുത്തലിനായി സമർപ്പിക്കണം. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.